ഈ മണ്ണ് ഇവിടുന്ന് റിലീസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഇവിടെ അടുത്ത മണ്ണ് കൊണ്ടുവിടാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇത് എടുത്ത മണ്ണ് മൊത്തം മേലെ 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 അട്ടിക്ക് വെച്ചിട്ടാണ് ഇത്രയും ദുരിതങ്ങൾ ഉണ്ടാകാൻ കാരണം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് മേപ്പാടിയിൽ ദുരന്തമുണ്ടായ സ്ഥലത്താണ്. ഇവിടെയുള്ള പ്രദേശവാസികൾ അടക്കം പറയുന്ന ഒരു കാര്യം ഇത് വരുത്തിവെച്ച ഒരു ദുരന്തമായിരുന്നു എന്നുള്ളതാണ്. ഇത് മണ്ണിത്തരത്തിൽ കൂട്ടിയിടുന്നതൊക്കെ സംബന്ധിച്ച് ഇതിനു മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഈ കരാർ കമ്പനിക്കാർ ഗൗനിച്ചില്ല. അതാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഈ സംഭവത്ത് നടക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു ചേട്ടനാണ്, ഷക്കീൽ അല്ലേ? എന്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇത് മുൻപേ തന്നെ നിങ്ങൾ സൂചിപ്പിച്ചിരുന്നു അല്ലേ? ഇത് പലവട്ടം ഇത് ആവർത്തിച്ചാണ്. അവരോട് പറഞ്ഞിട്ട് ഇവര് ഇതിനെ ഗൗനിച്ചില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഈ മണ്ണ് ഇവിടുന്ന് റിലീസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഇവിടെ അടുത്ത മണ്ണ് കൊണ്ടുവിടാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇത് എടുത്ത മണ്ണ് മൊത്തം മേലെ 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 അട്ടിക്ക് വെച്ചിട്ടാണ് ഇത്രയും ദുരിതങ്ങൾ ഉണ്ടാകാൻ കാരണം. വീണ്ടും ഒരു സ്ഥലം കണ്ടെത്തിയിരുന്നവര് അതിനുശേഷമാണ് മഴ വന്നത്. ഈ മഴയത്ത് ഈ 4 ദിവസമായി മഴ പെയ്യുന്നു. ഈ 4 ദിവസത്തെ മഴ കൊണ്ടാണ് ഇത്രയും മണ്ണ് ഒലിച്ചു വരാനുള്ള കാരണം. അപ്പൊ ഇത് ഏകദേശം ഒരു മാസം മുമ്പ് കളക്ടർ വന്നിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത പണി അവസാനിപ്പിച്ചിട്ട് ഇപ്പൊ 4-5 ദിവസമായിട്ടുള്ള പണി അവസാനിപ്പിച്ചിട്ട് 30 പേരാണ് ഇന്ന് ഇതിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഈ സംഭവം നടക്കുന്ന സമയത്തേക്ക് എവിടെയായിരുന്നു ഇത് കണ്ടിരുന്നു? ഇല്ല, ഞങ്ങൾ സൗണ്ട് കേട്ടപ്പോഴാണ് ഓടി വന്നത്. ഓടി വന്നപ്പോ കണ്ട കാഴ്ച കണ്ടത് ഇവിടെ മൊത്തം മണ്ണായിട്ട് കൂടി കിടക്കുന്നതാണ് ഇവിടെ കണ്ടത്. ഈ മണ്ണൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന മണ്ണാണ്, അവർ കൊണ്ടിട്ട മണ്ണാണിത്. അതായത് ഈ തുറന്നെടുത്ത മണ്ണ് തന്നെയാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ പൊട്ടിയ മണ്ണ് നേരെ താഴെ പോവുകയായിരുന്നു ഈ മണ്ണ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ. അങ്ങനെ അതായത് അപ്പൊ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടതാണ് ഈ കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള കാരണം. ഇന്നലെ ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ അശാസ്ത്രീയമായ തുരങ്ക നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തികളാണ് ഈ ഒരു വലിയ മണ്ണിടിച്ചിലേക്ക് നയിച്ചതെന്നൊരു വലിയ ആരോപണം ഉയരുകയുണ്ടായിരുന്നു. മന്ത്രിമാരടക്കം ഈ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഇന്ന് രാവിലെ ഈ നിർമ്മാണത്തിന് വേണ്ടി കരാർ ഏറ്റെടുത്തിരുന്ന കമ്പനിയുടെ ചുമതലപ്പെട്ടവർ വന്നിട്ട് മറ്റൊരു വാദമാണ് മുന്നോട്ട് വെച്ചത്. അവർ പറഞ്ഞത് തങ്ങളുടെ കമ്പനി പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് നിന്ന് മീറ്ററുകൾ മാറിയാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രശ്നമല്ല ഇത്തരത്തിൽ ഒരു മണ്ണിടിച്ചിലേക്ക് നയിച്ചത് എന്നുള്ളൊരു വാദമാണ് അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും നാട്ടുകാരും ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ ഈ രീതിയിലുള്ള പ്രവർത്തികൾ തന്നെയാണ് ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് തങ്ങൾ മുൻപേ തന്നെ പല തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കരാർ കമ്പനിക്കാർ അത് ഗൗനിച്ചില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്ന കാര്യം. ഇത്തരത്തിൽ മണ്ണ് അതായത് നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി മണ്ണെടുക്കുകയും ആ മണ്ണ് അതിന്റെ പരിസരത്ത് തന്നെ കൂട്ടിയിടുകയും ചെയ്തു. അത് എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. ഈ മണ്ണ് അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി പല തവണ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രത്യേക അനുമതി ഇല്ലാതെ മണ്ണ് അവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളൊരു ഉത്തരമാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്ന് അവർ പറയുന്നുണ്ട്. ചിലർ വളരെ വിഷമത്തോടുകൂടി പറയുന്നു ഈ പ്രദേശത്തുകാർക്ക് ഈ പ്രദേശത്തെ ചില വീട്ടുകാർ തങ്ങളുടെ വീട്ടിലേക്ക് അവരല്പം മണ്ണ് ചോദിച്ചപ്പോൾ അതുപോലും നൽകുന്നതിന് വേണ്ടി കരാർ കമ്പനിക്കാർ തയ്യാറായില്ല. അത്രയ്ക്ക് നിർബന്ധമായിരുന്നു അവർക്ക് അവിടെ തന്നെ മണ്ണ് സ്ഥാപിക്കണം എന്നുള്ളത്. എന്തൊക്കെയായാലും അതിപ്പോൾ വലിയ ഒരു ദുരന്തത്തിൽ കലാശിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചൂരൽമല പ്രദേശത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ മീനാക്ഷി പാലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ തന്നെയാണ് ഇപ്പോൾ ഈ വലിയ ദുരന്തവും ഉണ്ടായിരിക്കുന്നത്. അതായത് 2019-ലും 2024-ലും ഇപ്പോൾ 2026-ലും ഈ വഴി ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു. മേപ്പാടി പഞ്ചായത്ത് ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ചൂരൽമലയ്ക്ക് അപ്പുറത്ത്, അതായത് ഈ മീനാക്ഷി പാലത്തിന് അപ്പുറത്ത് താമസിക്കുന്നവർക്ക് ശാശ്വതമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഗതാഗത സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി നമ്മുടെ സംവിധാനങ്ങൾ കഴിഞ്ഞിട്ടില്ല. മഴ തന്നെയാണ് അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആളുകളെ ഇപ്പോഴും വടമൊക്കെ കെട്ടി അതായത് വളരെയധികം നിയന്ത്രണത്തിലാണ് ആളുകളെ, കർശനമായ നിയന്ത്രണങ്ങളോട് കൂടിയാണ് ആളുകളെ അക്കരയ്ക്ക് കടത്തിവിടുന്നത്. അല്ലാതെ വാഹനങ്ങൾക്കും മറ്റും പോകുന്നതിനുള്ള പൂർണ്ണമായൊരു സംവിധാനം ഇപ്പോഴും ഒരുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല. അത് ഉടൻ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. മാത്രമല്ല ഇനിയും ആളുകളെ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നവരെ ഇനിയും കണ്ടെത്തുന്നതിന് വേണ്ടി ബാക്കിയുണ്ട്. അതിനുവേണ്ടിയുള്ള തിരച്ചിലുകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മന്ത്രിമാരും MLA-മാരും എല്ലാം തന്നെ സ്ഥലത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി ഈ ദുരന്ത ഭൂമിയിലെത്തി ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനുശേഷം മുഖ്യമന്ത്രി കളക്ടറേറ്റിൽ വെച്ചൊരു അവലോകന യോഗത്തിൽ കൂടി പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും നാളെയോടുകൂടി ഈ ദുരന്ത ഭൂമിയിൽ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ ഒരു കണ്ണീർ ഭൂമിയായി മാറിയിരിക്കുകയാണ് മേപ്പാടി എന്ന് പറയാതെ തരമില്ല.